ഹായ് നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഉപഭോക്താവിന് കസ്റ്റമേഴ്സിന് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുന്ന പതിവ് ചോദ്യങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പം ഇപ്പം കസ്റ്റമർ ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ സോളാർ ഓൾറെഡി ഉണ്ട്, ഒരു 5-6 വർഷം മുമ്പ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഒരു 8-10 വർഷം മുമ്പ് ചെയ്ത ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം, സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റം എനിക്ക് ഓൺ ഗ്രിഡ് ആക്കി മാറ്റാൻ പറ്റുമോ, സാധ്യമാണോ, അത് എന്തൊക്കെ നമ്മൾ ചെയ്യണം? അപ്പം എക്സിസ്റ്റിംഗ് ഓഫ് ഗ്രിഡ് സിസ്റ്റം നമുക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റമാക്കി മാറ്റാൻ പറ്റും. ഇതിലിപ്പം പാനൽസിൻ്റെ വാട്ടേജ് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. 250 വാട്ട്സിന് മേളിലുള്ള പാനൽസ് ആണെങ്കിൽ കുഴപ്പമില്ല, അഥവാ 265 വാട്ട്സിന് മേളിലുള്ള പാനലാണെങ്കിൽ നമുക്ക് സ്ട്രിങ് ഇൻവേർട്ടർ യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. അതായത് MPPT, ഇപ്പം എക്സിസ്റ്റിംഗ് പാനൽസ് നമ്മൾ ഒരു MPPTയിലും പുതിയ പാനൽസ് ഒരു MPPTയിലും കണക്ട് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൈക്രോ ഇൻവേർട്ടർ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, IQ7+ മൈക്രോ ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. പുതിയ പാനൽസ് നമുക്ക് IQ7A യൂസ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ മൈക്രോ ഇൻവേർട്ടർ യൂസ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോജക്ട്സും നമുക്ക് നല്ല ജനറേഷനാണ് കൊടുക്കുന്നത്. ഓക്കെ, എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഉൽപ്പാദനം അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പം എക്സിസ്റ്റിംഗ് സോളാർ പാനൽസ് വെച്ച് ചെയ്യുന്ന ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് നമുക്ക് സബ്സിഡി ക്ലെയിം ചെയ്യാൻ പറ്റുമോ? അതായത് ഈ പാനൽസ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു 5-6 വർഷം അല്ലെങ്കിൽ 8-9 വർഷം മുമ്പ് സ്ഥാപിച്ച പാനൽസ് ആണ്. അപ്പോൾ ഇതിന് ഇന്ന് നമുക്ക് സബ്സിഡി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് സബ്സിഡി ക്ലെയിം ചെയ്യാൻ പറ്റുന്ന പാനൽസിൻ്റെ ലിസ്റ്റ് ഗവൺമെൻറ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൻ്റെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും. ALMM അല്ലെങ്കിൽ DCR പാനൽസ് എന്ന് മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാനൽസ് വെച്ചാൽ മാത്രമേ നമുക്ക് സബ്സിഡി ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിലവിലിരിക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഓൺ ഗ്രിഡ് ആക്കി മാറ്റാം. ഓക്കെ,